So today we are continuing with the design of bolted connections. അപ്പോൾ bolted connectionsൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ IS 800 ആണ് ഡിസൈനിന് യൂസ് ചെയ്യുന്നത്. സോ IS 800ൽ ഓരോ വാല്യൂസും പ്രോപ്പർട്ടീസും അതുപോലെ തിക്നെസ് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏത് പോർഷനിൽ നിന്നാണ് ചൂസ് ചെയ്യുന്നത്, ഇക്വേഷൻസ് എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ലൊക്കേറ്റ് ചെയ്യാം. സോ നമുക്ക് IS കോഡ് കൂടെ ഒന്ന് നോക്കിപ്പോം. And this is basically a bolted connection. So bolted connection we have already seen lap joint, butt joint. രണ്ട് ടൈപ്പ് ജോയിൻ്റ് ഉണ്ട്, ലാപ്പ് ആൻഡ് ബട്ട് ജോയിൻറ്റ്. ലാപ്പ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന കണക്ഷൻസിനെയാണ് ലാപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ബട്ട് ജോയിൻ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ഉള്ളതിനെയാണ് ബട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത കണക്ഷൻസിൽ നമ്മൾ അഡീഷണലി വി ഡോണ്ട് യൂസ് കവർ പ്ലേറ്റ്സ്. പക്ഷേ ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ജോയിൻ ചെയ്തിട്ടുള്ള ബട്ട് ജോയിൻസിൽ വി യൂസ് അഡീഷണലി കവർ പ്ലേറ്റ്സ്. ആ കവർ പ്ലേറ്റ്സ് രണ്ട് സൈഡിലും ഏതോ സൈഡിലുണ്ടെങ്കിൽ ദറ്റ് ഈസ് നോൺ ആസ് ഡബിൾ കവർ ബട്ട് ജോയിൻറ്റ്. രണ്ട് കവർ ഉണ്ടെങ്കിൽ അഗെയിൻ ഇത് ഒരു കവറേ ഉള്ളെങ്കിൽ ലൈക്ക് ബട്ട് ജോയിൻറ്റ് നമ്മളിങ്ങനെ പ്ലേസ് ചെയ്ത് രണ്ട് പ്ലേറ്റ്സ് ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ഇതേപോലെ പ്ലേസ് ചെയ്തിട്ട് സൈഡ് ബൈ സൈഡ് പ്ലേസ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ അഗെയിൻ വേറൊരു പ്ലേറ്റും കൂടെ വരുന്നത്. സോ ഒരു പ്ലേറ്റേ ഉള്ളെങ്കിൽ ദറ്റ് ഈസ് നോൺ എ സിംഗിൾ കവർ ബട്ട് ജോയിൻറ്റ്. സോ ഇതാണ് ബേസിക്കലി ഉള്ള കണക്ഷൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാം, അതായത് രണ്ട് പ്ലേറ്റ്സ് ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ജോയിൻ ചെയ്തിരിക്കുകയാണ് ആൻഡ് ഓൺ ബിലോ ദാറ്റ് ദർ ഇസ് എ കവർ പ്ലേറ്റ്. സോ ഇതാണ് കവർ പ്ലേറ്റ് ആൻഡ് ദിസ് ആർ ദി ബോൾട്ട് കണക്ഷൻസ്. ബോൾട്ടഡ് കണക്ഷൻസ് ആണ്. You can see this distance. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത് പിച്ച്. ദ ഡിസ്റ്റൻസ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. അതായത് ഈ ഒരു ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഒരു ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് പിച്ച്. ആൻഡ് ഇതാണ് എൻഡ് പോർഷൻ. ദിസ് ഈസ് ദ എഡ്ജ് പോർഷൻ. സോ ദിസ് ഈസ് ദി എഡ്ജ് പോർഷൻ ആൻഡ് ദിസ് ഈസ് ദി എൻഡ് പോർഷൻ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിന് എൻഡ് ഡിസ്റ്റൻസ് എന്നും അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ഒരു ഡിസ്റ്റൻസിന് എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസിന് എഡ്ജ് ഡിസ്റ്റൻസ് എന്നും പറയും. സോ പിച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പിച്ച് ഇസ് നമ്മളിപ്പോൾ ഇങ്ങനെയാണ്. സോ ഇവിടെ ഫോഴ്സ് ഇങ്ങനെയായിരിക്കും. ഈ പ്ലേറ്റ്സിൽ വരുന്ന ഷിയർ ദ ഫോഴ്സ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. സോ ഈ ഡയറക്ഷന് എലോങ് ആയിട്ടുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് പിച്ച്. അഗെയിൻ ഈ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്തതാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടെ എളുപ്പമാക്കാനായിട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. അഗെയിൻ നെക്സ്റ്റ് സോ ബോൾട്ടിൽ നമ്മൾ രണ്ട് പോർഷൻസ് പറഞ്ഞായിരുന്നു, ഷാങ്ക് ആൻഡ് ത്രെഡ് പോർഷൻ. സോ ബോൾട്ട് ഹാസ് ഗോട്ട് ഇപ്പോൾ ഈ ഒരു പോർഷനെയാണ്, അതായത് ബോൾട്ടിൻ്റെ ഈ ഒരു പോർഷനെയാണ് ഷാങ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഈ ത്രെഡഡ് ആയിട്ടുള്ള പോർഷനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. ആൻഡ് ഷാങ്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? π/4 ഇൻറ്റു ഡി സ്ക്വയർ. ഡി സ്ക്വയർ എന്ന് വെച്ചാൽ ഈ ബോൾട്ടിൻ്റെ ഡയമീറ്റർ. ആൻഡ് ഈ ത്രെഡഡ് പോർഷനിലെ ഏരിയ ഓഫ് ദി ത്രെഡഡ് പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് π/4 ഡി സ്ക്വയർ ഇൻറ്റു 0.78 ടൈംസ് 0.78 ടൈംസ് ഏരിയ ഓഫ് ദി ഷാങ്ക്. അപ്പം അങ്ങനെയാണ് എടുക്കുന്നത്. സോ ഈ രണ്ട് പോർഷൻസും ഷാങ്ക് ആൻഡ് ത്രെഡ് ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ ത്രെഡ് 0.78 ആണ് യൂഷ്വലി എടുക്കുന്നത്, 0.78 to 8. അതായത് ഷാങ്കിൻ്റെ 78 to 80% ആണ് ത്രെഡിൻ്റെ ഏരിയ ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. സോ ഡിസൈൻ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ത്രെഡഡ് പോർഷൻ്റെ ഏരിയ എടുക്കുന്നതെന്ന് വെച്ചാൽ 0.78 ഇൻറ്റു ദ ഏരിയ ഓഫ് ഷാങ്ക് പോർഷൻ. അഗെയിൻ നെക്സ്റ്റ് ഇസ് ബോൾട്ട് ടെർമിനോളജി. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പിച്ച് എന്ന് വെച്ചാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അതായത് ഇപ്പോൾ ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് പിച്ച്. അഗെയിൻ ഈ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് ഗേജ്. ആൻഡ് ദിസ് ഇസ് ദി എഡ്ജ് ആൻഡ് ദിസ് ഇസ് ദി എൻഡ്. എൻഡ് ഇതും എഡ്ജ് ഇതും. ഈ എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് സെൻറ്റർ ഫ്രം ദി ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എഡ്ജ് ഡിസ്റ്റൻസ് എന്നും ആൻഡ് ഈ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എൻഡ് ഡിസ്റ്റൻസ് എന്നും പറയും.
So you can see that here, edge distance, end distance, pitch and gauge. Again, two types of joints ഉണ്ട്, lap joint and butt joint. So this is the lap joint. ഇപ്പോൾ ലാബ് ജോയിൻറ്റിൽ ഇങ്ങനെയാണ് കണക്ഷൻസ് വരിക. ഓക്കെ, അതായത് ഓവർലാപ്പ് ചെയ്തിരിക്കും. ഒരു ഇത് പ്ലേറ്റ് 1 ആൻഡ് ദിസ് ഇസ് പ്ലേറ്റ് 2. സോ ബോത്ത് ദീസ് പ്ലേറ്റ്സ് ആർ ഓവർലാപ്ഡ്. അഗെയിൻ ഇതിൻ്റെ നമ്മൾ ഒരു രണ്ട് രീതിയിൽ വരയ്ക്കാം. ഒന്നിതിൻ്റെ ഈ ഒരു എലിവേഷൻ പാർട്ട് വരയ്ക്കാൻ നേരത്തെ ഇങ്ങനെ വരും. ഓക്കെ, 2 പ്ലേറ്റ്സ്. അപ്പോൾ പ്ലേറ്റിൻ്റെ തിക്നെസ് മെൻഷൻ ചെയ്യണം. സോ ദിസ് ഇസ് ദ തിക്നെസ്. ഓക്കെ, സോ തിക്നെസ് മെൻഷൻ ചെയ്യുക. ആൻഡ് ഈ ബോൾട്ട് ഇങ്ങനെ ആയിരിക്കും, അല്ല ഈ ഒരു പോർഷൻ ബോൾട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു സെക്ഷനാണ് ഇത്. ഓക്കെ, സോ ദിസ് ഇസ് ബോൾട്ട്. ഇത് ബോൾട്ടും ഇത് പ്ലേറ്റ് 1, പ്ലേറ്റ് 2. ഓക്കെ, സോ ഇത് തന്നെയാണ് ഇവിടെയും നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത്. ഓക്കെ, ടോപ്പ് വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത്. ആൻഡ് ടോപ്പ് വ്യൂവിൽ ഈ ഫസ്റ്റ് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു പ്ലേറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഓക്കെ, ഈ ഒരു പ്ലേറ്റ് താഴത്തുള്ള പ്ലേറ്റ് ആണ് ഇങ്ങനെ വെക്കുന്നത്. ഓക്കെ, ആൻഡ് ദീസ് ആർ ദി ബോൾട്ട്. ഈ ബോൾട്ട് ഹോൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? അഗെയിൻ ഡബിൾ ബോൾട്ടഡ് ലാബ് ജോയിൻ്റ് എന്ന് വെച്ചാൽ 2 കോളംസ് കാണും. ഓക്കെ, there will be 2 columns of bolt connections. Okay, bolt holes കാണുന്നതാണ് double bolted lap joint. Okay, again so ഇതാണ് അതിൻ്റെ ഒരു വേറെ ഒരു ഐസോമെട്രി ആണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ബട്ട് ജോയിൻറ്റ്. സോ ബട്ട് ജോയിൻറ്റിൽ വി ഹാവ് ഓൾറെഡി സെഡ് സൈഡ് ബൈ സൈഡ് ജോയിൻ ചെയ്യുന്നതിനാണ് ബട്ട് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അതിൽ സിംഗിൾ കവറും കാണും, single cover plate. Okay, single cover. So you can see here single cover, single bolted butt joint. Okay, single cover എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു കവറേ ഉള്ളൂ. ഓക്കെ, ഡബിൾ കവർ എന്ന് പറയുമ്പോൾ 2 കവർ പ്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ, അഗെയിൻ അതുകൂടാതെ സിംഗിൾ കവർ, സിംഗിൾ ബോൾട്ടഡ് എന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിൽ സിംഗിൾ ബോൾട്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു പ്ലേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 ബോൾസ് ഉണ്ട്. ഓക്കെ, 2 റോസ് ഓഫ് ബോൾട്ട് ഉണ്ട്. സോ ദറ്റ് ഇസ് ഡബിൾ ബോൾട്ടഡ്. ഓക്കെ, ഇവിടെ സിംഗിൾ ബോൾട്ടഡ്. ക്ലിയർ? സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ് ആണ്. നെക്സ്റ്റ് ഫെയിലിയർ. സോ ഫെയിലിയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫെയിലിയറിൽ നിങ്ങൾ ഈ ഫിഗേഴ്സ് ഒക്കെ പഠിക്കുക. ഓക്കെ, ആൻഡ് ദ ടൈപ്സ് ഓഫ് ഫെയിലിയർ. സോ ഫസ്റ്റ് ഇസ് ഷിയർ ഫെയിലിയർ ഓഫ് ബോൾട്ട്. ഓക്കെ, ബോൾട്ടിൻ്റെ ഷിയർ ഫെയിലിയർ എന്ന് പറയുന്ന നേരത്തെ ഇങ്ങനെ വരും. അതായത് ഇവിടെ ഇപ്പോൾ 2 സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ നേരത്തെ വാട്ട് ഹാപ്പൻസ്, ഈ ഒരു ബോൾട്ടിൻ്റെ ഈ ഒരു ഏരിയ ഷിയർ ഓഫ് ചെയ്ത് പോകുന്നതിനാണ് ഷിയർ ഫെയിലിയർ ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത്. സോ ദ ബോൾട്ട് ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് ഷിയർ സ്ട്രെങ്ത്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ ഒരു ലോഡ് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഇറ്റ് വിൽ അണ്ടർഗോ ഷിയർ ഫെയിലിയർ. ഓക്കെ, ആൻഡ് ഈ ഒരു പ്ലെയിനെയാണ് ഷിയർ പ്ലെയിൻ എന്ന് പറയുന്നത്. അതായത് അലോങ് വിത്ത് ഏത് പ്ലെയിനിലാണ് ഇങ്ങനെ ഷിയർ ഓഫ് ചെയ്ത് പോകുന്നത്, ആ ഒരു പ്ലെയിനെയാണ് ഷിയർ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ ലാബ് ജോയിൻറ്റ് ആൻഡ് ബട്ട് ജോയിൻറ്റിലെ ഷിയർ പ്ലെയിൻസിനെ പറ്റി പറഞ്ഞിരുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ ലാബ് ജോയിൻറ്റിലാണെങ്കിൽ ഇങ്ങനെ 1 above the other ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ബോൾട്ട് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, അതായത് ഇതേപോലെ ആണെങ്കിൽ ഇവിടെ ഇപ്പം ഈ ഒരു ബോൾട്ട് ഇഫ് യു ആർ കൺസിഡറിങ് ദിസ്, ഇത് ത്രെഡഡ് പോർഷനിലാണ്. ഓക്കെ, ഈ ഒരു ത്രെഡഡ് പോർഷനിലാണ് ഷിയർ പ്ലെയിൻ പാസ് ചെയ്യുന്നത്. സോ ഷിയർ പ്ലെയിൻ പാസസ് ത്രൂ ദ ത്രെഡഡ് പോർഷൻ. അപ്പോൾ ഒരു ബോൾട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഷിയർ പ്ലെയിൻ ആയിരിക്കും. ക്ലിയർ? അഗെയിൻ ഇഫ് യു ആർ കൺസിഡറിങ്, നമ്മളിപ്പോൾ ഒരു ഒരു ബട്ട് ജോയിൻ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ബട്ട് ജോയിൻറ്റിൽ ഇവിടെ ഒരു കവർ പ്ലേറ്റ് ഉണ്ടാകും, ഇവിടെ ഒരു കവർ പ്ലേറ്റ് ഉണ്ടാകും. ഓക്കെ, അഗെയിൻ ഇഫ് യു ആർ അപ്ലൈയിങ് ഫോഴ്സ്, ഇങ്ങനെ 2 ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഇവിടെ 2 ഷിയർ പ്ലെയിൻസ് ആണുള്ളത്, ഒന്ന് ഇതും ഒന്ന് ഇതും. ഓക്കെ, ആൻഡ് യു ക്യാൻ സി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോൾട്ടഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ, ഇഫ് ദിസ് ഇസ് എ ബോൾട്ടഡ് കണക്ഷൻ, സോ വാട്ട് ഹാപ്പൻസ്, ഇവിടെ ഈ ഒരു ബോൾട്ടിൻ്റെ 2 പോർഷൻ ഷിയർ പ്ലെയിനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 പോർഷൻ, അതായത് ഈ ഒരു പോർഷനും അതുപോലെ ഈ ഒരു പോർഷനും
ഒരു ബോൾട്ട്, ഒരു സിംഗിൾ ബോൾട്ട് എടുക്കുകയാണെങ്കിൽ ആ സിംഗിൾ ബോൾട്ടിൻ്റെ 2 പോർഷൻസ് ഷിയർ പ്ലെയിൻസിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. സോ ഷിയർ പ്ലെയിൻസ് വിൽ പാസ് ത്രൂ ഷാങ്ക് ത്രെഡ്. ഓക്കെ, സോ ഷാങ്ക് പോർഷനിൽ കൂടെയും ത്രെഡഡ് പോർഷനിൽ കൂടെയും ഷിയർ പ്ലെയിൻസ് പാസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ NN ആൻഡ് NS എടുക്കുന്നത്. ഓക്കെ, സോ പ്രോബ്ലം ചെയ്യുമ്പോൾ you will get it. Okay, so that is the shear failure of bolt. Again, shear failure of plate എന്ന് വെച്ചാൽ പ്ലേറ്റ് ഷിയർ ഓഫ് ചെയ്ത് പോകുന്നതിനെയാണ് ഷിയർ ഫെയിലിയർ ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഗെയിൻ ബെയറിംഗ് ഫെയിലിയർ ഓഫ് ബോൾട്ട് എന്ന് വെച്ചാൽ സോ ബോൾട്ട് ഇസ് ഓക്കെ, ഇങ്ങനെ ഒരു ബോൾട്ട് ഹോള് കാണും ആൻഡ് ഇതിലാണ് ബോൾട്ട് ഉള്ളത്, റൈറ്റ്? സോ ഈ ഒരു ബോൾട്ട് ഹോളിൽ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇപ്പോൾ ഇതൊരു പ്ലേറ്റ് ആണെങ്കിൽ ഓക്കെ, ഈ പ്ലേറ്റ് സോ ദേ വിൽ എക്സേർട്ട് ഫോഴ്സ്. ഈ ഒരു ഫോഴ്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാകും. സോ ബിക്കോസ് ഓഫ് ദിസ് ഫ്രിക്ഷൻ വാട്ട് ഹാപ്പൻസ്, ആ ഒരു ബെയറിങ്ങിലേക്ക് ഫോഴ്സ് ഓക്കെ, ആ ഒരു ഹോളിൽ നിന്നുള്ള ഫോഴ്സ് വിൽ ആക്ട് ഓവർ ദി ബോൾട്ടിലേക്ക് ആക്ട് ചെയ്യും. അങ്ങനെ ബോൾട്ടിൻ്റെ ബെയറിംഗ് ഫെയിലിയർ ഓക്കെ ഈ ഒരു ഹോളിൽ കൂടി ആയിരിക്കും പാസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഹോളിൻ്റെ ആ ഒരു ഏരിയ, കോൺടാക്ട് ഏരിയയിൽ നിന്ന് ഒരു ഫോഴ്സ് ദാറ്റ് വിൽ ആക്ട് അപ്പോൺ ദി ബോൾട്ട് ആൻഡ് that is known as bearing failure of bolt. Again, bearing failure of plate എന്ന് വെച്ചാൽ plate will undergo bearing. Okay, so ഇങ്ങനെ ഒരു so this is plate bearing. Again, tensile failure of bolt, അതായത് ഒരു ബോൾട്ട് സിംഗിൾ ബോൾട്ടിൻ്റെ ടെൻഷൻ when that undergoes tension, that is tensile failure. അപ്പോൾ ഡിസൈനിൽ യൂഷ്വലി ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് വരിക, അപ്ലൈഡ് ഫോഴ്സ് വരിക. ഓക്കെ, ആൻഡ് ബോൾട്ട് ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ടെൻസൈൽ ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലാണ്. സോ ഡിസൈനിൽ വി യൂഷ്വലി കൺസിഡർ ഓൺലി ഷിയർ ആൻഡ് ബെയറിംഗ് ഫെയിലിയർ ഓഫ് ബോൾട്ട്. ഓക്കെ, ആൻഡ് ദെൻ ദ ബെൻഡിങ് ഫെയിലിയർ ഓഫ് ബോൾട്ട്. സോ ഇങ്ങനെ ബെൻഡ് ആവുന്നതിനാണ് ബെൻഡിങ് ഫെയിലിയർ ആൻഡ് ടെൻസൈൽ ഫെയിലിയർ ഓഫ് പ്ലേറ്റ്. സോ ടെൻസൈൽ ഫെയിലിയർ ഓഫ് പ്ലേറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഓക്കെ, ഇങ്ങനെ കുറേ ഹോൾസ് പ്ലേറ്റിൽ ബോൾട്ട് ഹോൾസ് ഉണ്ട്. സോ അലോങ് ദിസ് ബോൾട്ട് ഹോളിൽ എന്ത് പറ്റും, ഇറ്റ് ഓക്കെ ടെൻസൈൽ സ്ട്രെങ്ത് ആ പ്ലേറ്റിന് ഇല്ലെങ്കിൽ സോ അലോങ് ദിസ് ബോൾട്ട് ഹോൾ ഇറ്റ് വിൽ അണ്ടർഗോ ടെൻസൈൽ ഫെയിലിയർ. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ഫെയിലിയേഴ്സ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദാറ്റ് ഈസ് ഷിയർ ഫെയിലിയർ, okay, shear failure of bolt, bearing failure of bolt and tensile failure of plate. നമ്മൾ ഡിസൈനിന് ഈ 3 സ്ട്രെങ്ത്തും ആണ് ഓക്കെ ക്രിട്ടിക്കലായിട്ട് നോക്കുന്നത്. ദറ്റ് ഈസ് ഷിയർ സ്ട്രെങ്ത്, ബെയറിംഗ് സ്ട്രെങ്ത് ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. അപ്പോൾ ഈ 3 സ്ട്രെങ്ത്തും ഉണ്ടെങ്കിൽ ആ ഒരു ജോയിൻറ്റിന് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത്. സോ നെക്സ്റ്റ് IS 800 2007 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡിസൈനിൽ വേണ്ട വാല്യൂസൊക്കെ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ ഗ്രേഡ് ഓഫ് ബോൾട്ടിൻ്റെ ഗ്രേഡ്. സോ വി ആർ ഗെറ്റിംഗ് ദാറ്റ് ഫ്രം പേജ് 13. ഓക്കെ, പേജ് 13 ഓഫ് IS 800 ആൻഡ് ടേബിൾ 1. അപ്പോൾ ഇതിൽ ടെൻസൈൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രക്ചറൽ സ്റ്റീൽ പ്രൊഡക്ട്സ് തന്നിട്ടുണ്ട് ആൻഡ് അതിൽ ഈ ഫോർ ഓക്കെ യു ക്യാൻ സീ ദീസ് വാല്യൂസ്. സോ ഇതാണ് യൂഷ്വലി നമ്മൾ എടുക്കുന്ന ഗ്രേഡ്സ്. ഓക്കെ, സോ യൂഷ്വൽ ഗ്രേഡ്സ് ഇതാണ്. യൂഷ്വൽ ഏത് ഇപ്പം നമുക്കിപ്പോൾ വാല്യൂസ് തന്നില്ലെങ്കിൽ യു ക്യാൻ അസ്യൂം ഗ്രേഡ് 4.6. 4.6 ആണ് യൂഷ്വലി സ്റ്റീൽ സ്ട്രക്ചേഴ്സിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് 4.6ൻ്റെ ബോൾട്ടിൽ ഇപ്പോൾ ബോൾട്ടിൻ്റെ വാല്യൂസ് നമുക്ക് വേണം. ദാറ്റ് ഇസ് FYB ആൻഡ് FUB. ഓക്കെ, അതായത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും അതുപോലെ ഈൽഡ് സ്ട്രെങ്ത്തും. സോ ഈ ഒരു ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം വി ആർ ഹാവിങ് ഹിയർ ഓൺലി ദി അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 400. 4.6-ലാണെങ്കിൽ 400, 4.8-നാണെങ്കിൽ 420. ഓക്കെ, അപ്പോൾ ഇതിൽ 4.6, ഈ 4.6 എന്ന് പറയുന്നത് അത് ഓരോ ബോൾട്ടിൻ്റെയും ഗ്രേഡിൻ്റെ ഡെസിഗ്നേഷനാണ്. ഇതിൽ ഈ 4.6-ൽ 4 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈൽഡ് സ്ട്രെങ്ത്തിൽ. ഓക്കെ, ഈൽഡ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഈൽഡ് സ്ട്രെങ്ത്തിൻ്റെ 100th ആണ് ഈ 4 എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ ഈൽഡ് സ്ട്രെങ്ത്തിനെ 100 വെച്ച് ഡിവൈഡ് ചെയ്താൽ വാട്ട് വി ആർ ഗെറ്റിംഗ് 4. ഓക്കെ, സോ അതാണ് ഈ ഫസ്റ്റ്, അതായത് ഈ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, യു ക്യാൻ സി 4.8 അതിൽ 4 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ദറ്റ് ഈസ് എറൗണ്ട്. ഓക്കെ, ഇവിടെ 420 ആണ്. അപ്പോൾ സോ 420 ബൈ
ഇഫ് യു ടേക്കിംഗ് 100 ദറ്റ് ഇസ് 4.2 അല്ലേ. സോ ഈ 4.2ൽ ഈ 4 ആണ് വി ആർ ടേക്കിംഗ്. ഓക്കെ, ഒരു റൗണ്ട് ഓഫ് ചെയ്ത വാല്യൂ ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. സോ 400 ആണെങ്കിൽ ഇറ്റ് വിൽ ബി 4 ആൻഡ് 420 ആണെങ്കിലും ഇറ്റ് വിൽ ബി 4. അഗെയിൻ 500 ആൻഡ് 520 ആണെങ്കിൽ ദറ്റ് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു വാല്യൂ, ഓക്കെ 5 എന്ന വാല്യൂ ദറ്റ് ഈസ് ഡിനോട്ടിങ് 1/100th ഓഫ് ദി അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. ഓക്കെ, അഗെയിൻ ഈ പോയിന്റിന് റൈറ്റ് സൈഡിലുള്ള വാല്യൂ ദറ്റ് ഈസ് യു ക്യാൻ സീ ഹിയർ 0.6 4.6ൽ ഈ 6 എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ 60% ഓഫ് ദി, അതായത് 60% ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആയിരിക്കും. നമുക്കിവിടെ ഈ വാല്യൂസ് ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, സോ ഈ ഒരു വാല്യൂ എന്ന് വെച്ചാൽ ദറ്റ് വിൽ ബി 60%. ഓക്കെ, ഈ ഒരു വാല്യൂ എന്ന് വെച്ചാൽ 60% ഓഫ് 400 ദറ്റ് ഈസ് എത്ര കിട്ടും? ഈ ഒരു വാല്യൂ 240 എന്ന് കിട്ടും. ഓക്കെ, സോ 4.6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈൽഡ് ടെൻസൈൽ സ്ട്രെസ് എന്ന് വെച്ചാൽ 240 Nm/mm². ഓക്കെ, അതേപോലെ തന്നെ 4.8 എന്ന് പറയുമ്പോൾ ഈ 420യുടെ അറൗണ്ട് 80%, എക്സാക്ട് വാല്യൂ അല്ല, അറൗണ്ട് 80%. ഓക്കെ, സോ 420യുടെ 80% എന്ന് പറയുമ്പോൾ വി ഗെറ്റ് അറൗണ്ട് 336. ഓക്കെ, ഇത് പക്ഷേ റൗണ്ട് ഓഫ് ചെയ്ത് നമ്മളൊരു 320 Nm/mm². ഓക്കെ, അതായിരിക്കും 4.8ൻ്റെ FYB, അതായത് ഈൽഡ് ടെൻസൈൽ സ്ട്രെസ്. ക്ലിയർ? അഗെയിൻ സിമിലർലി അപ്പോൾ അഗെയിൻ 500ൻ്റെ 6%, ഓക്കെ സോറി 60%, ദറ്റ് ഈസ് 300. ഓക്കെ, സോ ഇവിടെ 300 Nm/mm². ആൻഡ് 520യുടെ 80%, ദറ്റ് വിൽ ബി അറൗണ്ട് 416 ആൻഡ് അതിൽ വി ആർ റൗണ്ടിങ് ഇറ്റ് ഓഫ് ടു 400. ഓക്കെ, സോ ഇതിൻ്റെ ആ ഒരു ടേബിൾ, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ബോൾട്ട് ഗ്രേഡ് 4.6, 4.8, 5.6 ആൻഡ് 5.8ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇതിൽ നമ്മൾ 4.6 400 ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട വാല്യൂ. 4.6 ഗ്രേഡ് ആണെങ്കിൽ 400 ആയിരിക്കും. FUB അതായത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് 400ഉം 400ൻ്റെ 60%, അതായത് 240 ആയിരിക്കും ഈൽഡ് സ്ട്രെങ്ത്. ഓക്കെ, സോ അത് ഓർത്തിരിക്കാം. യൂഷ്വലി ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ അസ്യൂം 4.6. അഗെയിൻ 14ൽ ഓക്കെ യു ഗെറ്റ് 14 പേജ് 14ൽ ഈ ഒരു 8ൽ നമുക്ക് അതായത് ഈ സ്റ്റീലിൻ്റെ സ്ട്രെങ്ത് തന്നിട്ടുണ്ട്. വി ആർ യൂസിങ് Fe410 സ്റ്റീൽ പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ Fe410 എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഓക്കെ, ഇതിലിപ്പോൾ 3 410 ഉണ്ട്, Fe410 ഉണ്ട്. സോ വി ഹാവ് ടു ചൂസ് ദിസ് A. ഓക്കെ, ആൻഡ് ഇതിൽ ലെസ് ദാൻ 20 ആണെങ്കിൽ, ഓക്കെ ദറ്റ് ഈസ് ദ diameter of bolt or thickness of plate that is less than 20 ആണെങ്കിൽ we have to take 250. സോ നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ട വാല്യൂ ഏതൊക്കെയാണ്? 250 ആൻഡ് 410. ഓക്കെ, സോ യൂഷ്വലി 410ൻ്റെ പ്ലേറ്റ്സ് ആയിരിക്കും. അഗെയിൻ 440 അങ്ങനെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് തരുവാണെങ്കിൽ യു ക്യാൻ സീ ഫ്രം ദിസ് ടേബിൾ. ഓക്കെ, പേജ് 14ലാണ് ഈ ഒരു ടേബിൾ. സോ പേജ് 14. അഗെയിൻ നമുക്ക് കണക്ഷൻസ് സെക്ഷൻ 10ൽ, അതായത് 10. ഓക്കെ, ക്ലോസ് 10ലാണ് കണക്ഷൻസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സോ ദിസ് ഇസ് പേജ് 73. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ. ഓക്കെ, DO എന്നൊരു ടേം ഉണ്ട്. സോ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ. അപ്പോൾ അതിൽ നമ്മൾ പറയും ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ ഇസ് ഈക്വൽ ടു ദി നോമിനൽ ഡയമീറ്റർ. ഓക്കെ, നോമിനൽ ഡയമീറ്റർ ഓഫ് ഫാസ്റ്റനർ, അതായത് ബോൾട്ടിൻ്റെ ഡയമീറ്ററും അതിൻ്റെ കൂടെ ഒരു ക്ലിയറൻസ് അല്ലെങ്കിൽ ഒരു കവർ വി ആർ പ്രൊവൈഡിങ്. സോ ആ ക്ലിയറൻസിൻ്റെ വാല്യൂ ആണ് വി ആർ ഗെറ്റിംഗ് ഫ്രം ടേബിൾ. ഓക്കെ, ഫ്രം ദിസ് ടേബിൾ 19 നിന്ന് കിട്ടുന്നത് ക്ലിയറൻസിൻ്റെ വാല്യൂസ് ആണ്. ഓക്കെ, സോ 12 തുടങ്ങി 14 വരെയുള്ള ഡയമീറ്ററിൻ്റെ ബോൾസ് ആണെങ്കിൽ വി ഹാവ് ടു ഗീവ് എ ക്ലിയറൻസ് ഓഫ് 1. ഓക്കെ, അതായത് 12 mm ഡയമീറ്റർ ബോൾട്ട് ആണെങ്കിൽ വട്ട് വിൽ ബി ദ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് ഹോൾ? 12 + 1. ഓക്കെ, 13 + 1 14 ആയിരിക്കും. അതുപോലെ 14 ഡയമീറ്റർ ബോൾട്ട് ആണെങ്കിൽ ഡയമീറ്റർ ഓഫ് ഹോൾ ഇസ് 15 mm. ഓക്കെ, അഗെയിൻ 16 mm ഡയമീറ്റർ, നമ്മൾ യൂഷ്വലി 16 mm. ഓക്കെ, സോ യൂഷ്വലി നിങ്ങൾ 16, 20
60 and 20 ഇതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, 24. സോ ഈ ഒരു റേഞ്ചിൽ യൂസ് ചെയ്യാൻ നോക്കുക. എപ്പോഴും 16 എടുക്കുന്നതായിരിക്കും നല്ലത്. വെൻ യു ആർ അസ്യൂം ചെയ്യുന്ന ടൈമിൽ യൂഷ്വലി 16 തന്നെ എടുത്താൽ മതി. ഓക്കെ, ആൻഡ് 16 ആണെങ്കിൽ 16 പ്ലസ് 2 ദറ്റ് ഈസ് 18 ആയിരിക്കും ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ. ഓക്കെ, സോ DO വിൽ ബി 16 പ്ലസ് 2. ഓക്കെ, അതേപോലെ 20 ആണ് എടുക്കുന്നതെങ്കിൽ 20 പ്ലസ് 2 ആയിരിക്കും ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ. ക്ലിയർ? അപ്പോൾ ഈ ക്ലിയറൻസ് നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്നാണ് കിട്ടുന്നത്. അഗെയിൻ നെക്സ്റ്റ് ഇസ് ഈ സെയിം പേജിൽ തന്നെ മിനിമം സ്പേസിംഗ് എന്ന് പറയും 10.2.2 മിനിമം സ്പേസിംഗ് കൊടുത്തിട്ടുണ്ട്, വിച്ച് വിൽ ഗീവ് അസ് ദി വാല്യൂ ഫോർ പിച്ച്. ഓക്കെ, പിച്ചിൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്, ആൻഡ് ദറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, സോ pitch distance that shall not be less than 2.5 times nominal diameter of the fastener. So pitch should not be, അപ്പോൾ മിനിമം പിച്ച് എത്രയായിരിക്കണം? 2.5 into diameter of bolt. ഓക്കെ, സോ ഇത് പേജ് നമ്പർ 73ലാണ്. അഗെയിൻ 74ൽ മാക്സിമം സ്പേസിങ് പറയുന്നുണ്ട്. ഓക്കെ, മാക്സിമം സ്പേസിങ് ആൻഡ് അഗെയിൻ ഇതിൽ ക്ലോസ്. So page 74ൽ ക്ലോസ് 10.2.4.2ൽ the minimum edge and end distances പറയുന്നുണ്ട്. So that should not be less than 1.7 times hole diameter. Okay, അപ്പോൾ രണ്ട് വാല്യൂസ് ആണ്, 1.7 times hole diameter അല്ലെങ്കിൽ 1.5 times hole diameter. ഓക്കെ, ഇതിൽ 1.7 ടൈംസ് നമ്മൾ എടുക്കുന്നത് എന്ന് വെച്ചാൽ ഹാൻഡ് കട്ടായിട്ടുള്ള എഡ്ജസിനാണ് 1.7 ടൈംസ് എടുക്കുന്നത്, ആൻഡ് 1.5 ടൈംസ് എടുക്കുന്നത് റോൾഡ് അല്ലെങ്കിൽ മെഷീൻ ഫ്ലെയിംഡ് കട്ടിനാണ്. ഓക്കെ, സോ യൂഷ്വലി 1.5 എടുത്താലും മതി. ഓക്കെ, ഇനി 1.7 ആണ് എടുക്കുന്നതെങ്കിലും ബ്രാക്കറ്റിൽ നിങ്ങൾ എടുക്കുക. ബ്രാക്കറ്റിൽ ഓക്കെ യു ആർ ഫ്രീ ടു ചൂസ്. അപ്പോൾ ബ്രാക്കറ്റിൽ നിങ്ങൾ അസ്യൂം ഹാൻഡ് ഫ്ലെയിം കട്ട് എഡ്ജസ്. ഓക്കെ, ബ്രാക്കറ്റിലിട്ടിട്ട് യു ക്യാൻ ടേക്ക് 1.7 ടൈംസ് D0, അല്ലെങ്കിൽ 1.5 ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ റൈറ്റ് അസ്യൂം മെഷീൻ ഫ്ലെയിം കട്ട്. ഓക്കെ, സോ ദാറ്റ് ഡസൻറ്റ് മാറ്റർ, ഏതാണെങ്കിലും ദറ്റ് ആൻസർ വിൽ ബി ഫൈൻ. ഓക്കെ, അതാണ് 74ൽ. അഗെയിൻ 75ലാണ് നമ്മുടെ ഡിസൈനിലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് വരുന്നത്. ഓക്കെ, വൺ ഇസ് 10.3.3 ഇതിൽ ഷിയർ കപ്പാസിറ്റി, ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് കിട്ടുന്നത്. ആൻഡ് ഇതിൽ VNSB എന്ന് വെച്ചാൽ ഗെറ്റിംഗ് ഫ്രം ദിസ് ഇക്വേഷൻ. ഓക്കെ, ആൻഡ് അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ പിന്നീട് വരുന്ന കാര്യം എന്ന് വെച്ചാൽ പാക്കിംഗ് പ്ലേറ്റ് 10.3.3. ഓക്കെ, സോ പാക്കിംഗ് പ്ലേറ്റ് അത് ഇന്നത്തെ ആ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ പാക്കിംഗ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അഡീഷണൽ ആയിട്ട് പ്ലേറ്റ്സ് ഐ വിൽ ഡിസ്കസ് ദാറ്റ്. അപ്പോൾ അങ്ങനെ പാക്കിംഗ് പ്ലേറ്റ്സ് നിങ്ങളുടെ ആ ജോയിൻറ്റിൽ വരുന്നുണ്ടെങ്കിൽ ഓക്കെ വി ഹാവ് ടു കൺസിഡർ ദിസ് വൺ. അതായത് ആ പ്ലേറ്റിൻ്റെ സൈസ് 6 mm കൂടുവാണെങ്കിൽ ഈ ഒരു ഫാക്ടറും കൂടെ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ VDSBയുടെ കൂടെ ഈ ഒരു റിഡക്ഷൻ ഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. ക്ലിയർ? സോ അതാണ് പാക്കിംഗ് പ്ലേറ്റ്. ദെൻ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ബോൾട്ട് 10.3.4. ഓക്കെ, സോ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, ആൻഡ് ബിയുടെ ഇക്വേഷൻ ഇവിടുന്ന് ഡയറക്റ്റ് കിട്ടും. ഓക്കെ, സോ 1 ഉണ്ട് കേട്ടോ, ഈ ഒരു 1ഉം ഉണ്ട് അക്കോർഡിംഗ് ടു കോഡ്. ദെൻ സോ ഈ ഇക്വേഷൻസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്ലേറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ, സോ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് നമ്മുടെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് ബൈ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് എന്നായിരുന്നു എഴുതിയത്. റൈറ്റ്, സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് ബൈ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. അപ്പോൾ ഇതിൽ ഈ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് നമുക്ക് കിട്ടുന്നത് വി ആർ ഗെറ്റിംഗ് ഇറ്റ് ഫ്രം 6.2 ക്ലോസ് 6.2 ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, ആൻഡ് ക്ലോസ് 6.3യിൽ നിന്ന് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് കിട്ടും. ഓക്കെ, ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. സോ
ഇതിൻ്റെ നെക്സ്റ്റ് പേജിൽ, സോ ഐ ഡോണ്ട് ഹാവ് ദറ്റ് പേജ് വിത്ത് മീ നൗ. ഇതിൻ്റെ നെക്സ്റ്റ് പേജിലായിട്ട്, അതായത് 33-യിലായിട്ട് ANൻ്റെ ഇക്വേഷനും ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.